ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് 6ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റ് നെയിംസ് ആൻഡ് നെയിംസിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം കേട്ടോ. 1ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് കുഞ്ഞിച്ചിരുത ലവ് ഡൂയിങ് അറ്റ് ദ ഗേറ്റ്? ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞിച്ചിരുതക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഷി ലവ് വാച്ചിങ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. എന്താണ്? നടന്നു പോകുന്ന വാഹനങ്ങളെയും നടന്നു പോകുന്ന ആൾക്കാരെയും കാണാനാണ് കുഞ്ഞിച്ചിരുതക്ക് ഏറ്റവും ഇഷ്ടം. ഷി ലവ് വാച്ചിങ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. വാട്ട് വാസ് ദ ക്ലൈമറ്റ് ലൈക്ക്? അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയുള്ളതായിരുന്നു? ഇറ്റ് വാസ് കോൾഡ് ബട്ട് ദ വെദർ വാസ് ഗ്രാജുവലി ബിക്കമിങ് വാമർ. തണുപ്പായിരുന്നു, എന്നാലും കുറേശ്ശേരി ചൂടായി വരുന്നുണ്ടായിരുന്നു. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത പസിൽ അബൌട്ട് ദ വേരിയിങ് ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്? എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുത കൺഫ്യൂസ്ഡ് ആയത് അല്ലെങ്കിൽ പസിൽഡ് ആയത്? എന്തിനാണ്? അവിടുത്തെ സമയം ഇങ്ങനെ മാറി വരുന്നുണ്ട് അല്ലേ, രാത്രിയും പകലൊക്കെ മാറി വരുന്നതിനെ കുറിച്ച് കുഞ്ഞിച്ചിരുത എന്തുകൊണ്ടാണ് കൺഫ്യൂസ്ഡ് ആയത് എന്നാണ് ചോദിക്കുന്നത്. She was puzzled because the length of the day and night changed from season to season. ഓരോ സീസൺ അല്ലേ, എന്താണ് തണുപ്പ് കാലത്ത് വേറൊരു സമയമാണ്, വേഗം രാത്രിയാവും, അങ്ങനെ എന്താണ് പകല് കുറച്ചധികം ഉണ്ടാകും, പിന്നെ എന്താണ് ചൂട് കാലത്ത് അത് വ്യത്യാസമായിരിക്കും. സോ അങ്ങനെ ആയപ്പോൾ തന്നെ അവൾ കൺഫ്യൂഷനായി. സോ ഷി വാസ് പസിൽഡ് ബിക്കോസ് ദ ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് ചേഞ്ച്ഡ് ഫ്രം സീസൺ ടു സീസൺ. അതൊരു സിമ്പിൾ ആൻസറായിട്ട് എഴുതാം. ഇനിയിപ്പോൾ കുറച്ച് വലുതായിട്ട് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. വെൻ ഷി അറൈവ്ഡ് ഇൻ ജൂലൈ ദ ഡേ ലാസ്റ്റഡ് മോർ ദാൻ 15 hours ആൻഡ് ദ സൺസെറ്റ് അറ്റ് 8:30 PM. അവിടെ ജൂലൈയിൽ എത്തിയപ്പോൾ എന്താണ് ഡേ 15 മണിക്കൂറോളം ഉണ്ടായിരുന്നു. സൺസെറ്റ് ചെയ്തിരുന്നത് എത്ര മണിക്കായിരുന്നു? രാത്രി 8:30 ആകുമ്പോഴായിരുന്നു. പക്ഷേ ലേറ്റർ ദ സൺസെറ്റ് ബിഫോർ 5 PM. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും സൂര്യൻ എന്താണ് 5 മണിയാകുമ്പോഴത്തേക്കും അസ്തമിക്കും. ആൻഡ് ദ ഡേ ലാസ്റ്റഡ് ലെസ് ദാൻ 10 hours. ഡേ ടൈം എന്താണ് 10 മണിക്കൂറിൽ താഴെയായി മാറി. അപ്പോൾ അങ്ങനെ എന്ത് വേണം, ഈ രണ്ട് ഉത്തരത്തിൽ ഏതാണ് മാർക്ക്? ഇപ്പോൾ ഒരു മാർക്കിൻ്റെ ഉത്തരം എഴുതുന്നെങ്കിൽ ആദ്യത്തെ എഴുതുക, 2 മാർക്കിനാണെങ്കിൽ രണ്ടാമത്തെ എഴുതുക, അങ്ങനെ ചെയ്യുക കേട്ടോ. വൈ വാസ് കുഞ്ഞിച്ചിരുത സ്റ്റാർട്ടിൽ? എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുത ഞെട്ടിപ്പോയത്? എന്തുകൊണ്ടാണ്? കുഞ്ഞിച്ചിരുത വാസ് സ്റ്റാർട്ടിൽ ബിക്കോസ് Kate called out her name, but she pronounced it incorrectly. കേറ്റ് അവളുടെ പേര് വിളിച്ചു, പക്ഷേ വിളിച്ചത് തെറ്റായിട്ടായിരുന്നു. കുഞ്ഞിച്ചിരുത അത് കറക്റ്റായിട്ട് വിളിക്കാൻ പറ്റാണ്ട്, പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാണ്ട് തെറ്റായ രീതിയിലാണ് കുഞ്ഞിച്ചിരുത വിളിച്ചത്. അതുകൊണ്ടാണ് അവൾ ഞെട്ടിപ്പോയത്. വൈ ഡിഡ്ന്റ് കുഞ്ഞിച്ചിരുത ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ? സ്കൂൾ ഒട്ടും അപരിചിതത്വം തോന്നിയില്ല കുഞ്ഞിച്ചിരുതക്ക്. അതെന്തുകൊണ്ടാണ്? കുഞ്ഞിച്ചിരുത ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് എ സ്ട്രേഞ്ചർ ബിക്കോസ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അവളുടെ ക്ലാസ്മേറ്റ്സിലെ കൂട്ടുകാർ, ക്ലാസ്സിലുള്ള മറ്റ് കൂട്ടുകാരും പിന്നെ ആരാണ് ടീച്ചേഴ്സൊക്കെ വളരെ ദയുള്ളവരും സ്നേഹമുള്ളവരും സഹായിക്കുന്നവരുമായിരുന്നു. ദേ മേഡ് ഹെർ ഫീൽ കംഫർട്ടബിൾ അറ്റ് സ്കൂൾ. അവൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവളെ വളരെ കംഫർട്ടാക്കി മാറ്റാൻ വേണ്ടി അവർ ശ്രദ്ധിച്ചിരുന്നു. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത തിങ്ക് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ നെയിം? എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുതക്ക് ഇത് ഭയങ്കര ക്രൂവലാണ് അല്ലേ, റൂഡാണെന്ന് തോന്നിയത്? പ്രകാശിനെ പേര് വിളിക്കുന്നത് റൂഡാണ് അല്ലെങ്കിൽ ക്രൂവലാണ്, എന്താണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് വാസ് റൂഡ് ബിക്കോസ് ഇൻ കേരള ചിൽഡ്രൻ യൂഷ്വലി കോൾ എൽഡേഴ്സ് അങ്കിൾ ഓർ ആൻറ്റി ആസ് എ സൈൻ ഓഫ് റെസ്പെക്റ്റ്. എന്താണ് നമ്മളെ കേരളത്തിൽ എങ്ങനെയാണ് പ്രായമുള്ളവരെ കുട്ടികൾ എന്താ വിളിക്കുക? അങ്കിൾ അല്ലെങ്കിൽ ആൻറ്റി എന്നാണ് വിളിക്കുക. സോ ഷീ ഫെൽറ്റ് ദാറ്റ് കോളിങ് ഹിം സിംപ്ലി പ്രകാശ് വാസ് ഡിസ്റെസ്പെക്റ്റ്ഫുൾ. എന്താണ്? നാട്ടിൽ നമ്മൾ റെസ്പെക്റ്റോടു കൂടിയാണ് വിളിക്കുക, അങ്കിൾ ആൻറ്റി എന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ ഇവിടുന്ന് വെറുതെ പേര് മാത്രം, ഇത്രയും പ്രായമുള്ള ഒരാളെ പ്രകാശ് എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തോടുള്ള ബഹുമാനമില്ലായ്മയാണ് എന്ന് അവൾക്ക് തോന്നി. വാട്ട് വാസ് കുഞ്ഞിച്ചിരുതാസ് റിയാക്ഷൻ വെൻ പ്രകാശ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം കറക്റ്റ്ലി? എന്തായിരുന്നു കുഞ്ഞിച്ചിരുതയുടെ റിയാക്ഷൻ പിന്നെ എപ്പോഴാണ് പ്രകാശ് അവളെ കറക്റ്റായിട്ട് പേര് പ്രൊനൗൺസ് ചെയ്ത് വിളിച്ചപ്പോൾ, അല്ലേ, പേര് കറക്റ്റായിട്ട് വിളിച്ചപ്പോൾ എന്തായിരുന്നു അവളുടെ റിയാക്ഷൻ? കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ് വെൻ പ്രകാശ് പ്രൊനൗൺസ് ഹെർ നെയിം കറക്റ്റ്ലി. കുഞ്ഞിച്ചിരുത ഒരുപാട് സന്തോഷിച്ചു അല്ലേ, എല്ലാവരും തെറ്റായിട്ട് വിളിക്കുമ്പോൾ പ്രകാശ് കറക്റ്റായിട്ട് വിളിച്ചപ്പോൾ എന്താണ് കുഞ്ഞിച്ചിരുതക്ക് വളരെ സന്തോഷമായി. ഷീ നോഡഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം വിത്ത് ഹാപ്പിനെസ്. എന്താണ്? ഒരുപാട് സന്തോഷത്തോടുകൂടി തലയെല്ലാം കുലുക്കി ബീംഡ് അറ്റ് ഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം കൊണ്ടിങ്ങനെ, സന്തോഷം കൊണ്ടിങ്ങനെ നിറഞ്ഞു എന്നുള്ള അർത്ഥമാണ് അല്ലേ, തല തിളങ്ങി എന്നൊക്കെയുള്ള അർത്ഥമാണ്. വളരെ സന്തോഷം കൊണ്ട് അവൾ അയാളെ നോക്കി ചിരിച്ചു സന്തോഷം കൊണ്ട്. വൈ വാസ് പ്രകാശ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം? എന്തുകൊണ്ടാണ് പ്രകാശ് ഈ കുഞ്ഞിച്ചിരുത എന്നുള്ള പേര് കേട്ടപ്പോൾ സർപ്രൈസ് ആയത്? പ്രകാശ് വാസ് സർപ്രൈസ്ഡ് ബിക്കോസ് കുഞ്ഞിച്ചിരുത ഈസ് എൻ ഓൾഡ് ഫാഷൻ നെയിം ആൻഡ് ഹി വണ്ടേർഡ് വെദർ ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് സച്ച് നെയിംസ്, അല്ലേ, സ്റ്റിൽ ഹാഡ് സച്ച് നെയിംസ്. എന്താണ്? കുഞ്ഞിച്ചിരുത എന്ന് പറയുന്നത് വളരെ പഴയ പേരാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ പേരൊക്കെ ഇടുന്നുണ്ടോ എന്ന് ഓർത്തിട്ടാണ് എന്താണ് പ്രകാശിന് അത്ഭുതമായത്. ഹൗ ഡിഡ് കുഞ്ഞിച്ചിരുത ഗെറ്റ് ഹെർ നെയിം? എങ്ങനെയാണ് കുഞ്ഞിച്ചിരുതക്ക് ആ പേര് കിട്ടിയത്? കുഞ്ഞിച്ചിരുത ഗോട്ട് ഹെർ നെയിം ഫ്രം ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത്, ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൽ നിന്നാണ് കുഞ്ഞിച്ചിരുതക്ക് ആ പേര് കിട്ടിയത്. ഹു ബിക്കേം എ സ്കൂൾ ടീച്ചർ അറ്റ് ദ ഏജ് ഓഫ് 18. 18 വയസ്സായപ്പോൾ തന്നെ സ്കൂൾ ടീച്ചറായ അവളുടെ മുത്തശ്ശിയുടെ അമ്മയിൽ നിന്ന്, അല്ലെ അമ്മയുടെ അമ്മയിൽ നിന്നാണ് അവൾക്ക് ആ പേര് കിട്ടിയത്. വാട്ട് സർപ്രൈസ്ഡ് കുഞ്ഞിച്ചിരുത വെൻ ഓങ്തനെറ്റ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം റൈറ്റ്? ഇപ്പോൾ എന്താണ്? ഓങ്തനെറ്റ് അവളുടെ പേര് കറക്റ്റായിട്ട് വിളിച്ചപ്പോൾ എന്താണ് സർപ്രൈസ് ഉണ്ടായത്? എന്ത് സർപ്രൈസാണ് കുഞ്ഞിച്ചിരുതക്ക് ഉണ്ടായത്?
കുഞ്ഞിച്ചിരിത വാസ് സർപ്രൈസ്ഡ് ദാറ്റ് ഓങ്തോനറ്റ് could pronounce her name fairly well, especially the ഞ സൗണ്ട്. ഓക്കെ, NH എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുഞ്ഞിച്ചിരിതന്നെ എന്നുള്ള സൗണ്ട് നല്ലോണം പ്രൊനൗൺസ് ചെയ്യാൻ പറ്റി ഒരു ഫ്രാൻസിൽ നിന്ന് കുട്ടിക്ക് എന്നുള്ളത് ഓർത്തിട്ടാണ് കുഞ്ഞിച്ചിരിത അവിടെ സർപ്രൈസ്ഡ് ആയത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡു യു തിങ്ക് ഓങ്തോനറ്റ് വാസ് ഏബിൾ ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിരിതാസ് നെയിം ഫെയർലി വെൽ? എന്തുകൊണ്ടായിരിക്കാം ഓങ്തോനറ്റിൻ്റെ കുഞ്ഞിച്ചിരിതയുടെ പേര് കറക്റ്റായിട്ട് പറയാൻ പറ്റിയത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നാണ് ചോദ്യം. ഓങ്തോനറ്റ് വാസ് ഏബിൾ ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിരിതാസ് നെയിം ഫെയർലി വെൽ ബിക്കോസ് ഷി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ആൻഡ് പ്രൊനൗൺസിങ് നെയിംസ് കറക്റ്റ്ലി. മേ ബി അവൾക്ക് എന്താണ് പേരുകൾ പഠിക്കാനും കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്